സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നൊരു വിഷയം ബലികർമ്മം എന്നുള്ളതാണ്. ബലികർമ്മം എന്നുദ്ദേശിക്കുമ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പലതരത്തിലുള്ള കർമ്മം ചെയ്യുന്ന ആൾക്കാരുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ അവർ പിതൃലോകത്തേക്ക് പോകും എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. അപ്പോൾ അവർക്ക് വേണ്ടി വർഷത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഇടുന്നൊരു ബലിയാണ് കർക്കടക വാവിനുള്ള ബലിയും അതുപോലെ തുലാം മാസത്തിലുള്ള വാവിനുള്ള ബലിയും. അപ്പോൾ ഇത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. എന്നാൽ ചില ആൾക്കാർ മാസബലി ഇടുന്ന ആൾക്കാരുണ്ടാകാം. അതൊക്കെ നല്ലതാണ്, എത്ര ഇട്ടാലും അതൊന്നും ദോഷമല്ല എന്നർത്ഥം. അപ്പോൾ ഞാൻ ഈയൊരു കർമ്മം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്കറിയാം, നമ്മുടെ ഈ ഭൂമിയുടെ തന്നെ പല ഭാഗത്തായിട്ടാണ് നമ്മുടെ ഓരോ ആൾക്കാരും താമസിക്കുന്നത്. അമേരിക്കയിൽ താമസിക്കുന്നുണ്ടാവാം, കാനഡ ഉണ്ടാവും, ബ്രിട്ടൻ ഉണ്ടാവാം, ഓസ്ട്രേലിയ ഉണ്ടാവും, ജർമ്മനി ഉണ്ടാവും, അങ്ങനെ പല ഭാഗങ്ങൾ, ഗൾഫ് രാഷ്ട്രങ്ങളുടെ അടക്കം നമ്മൾ താമസിക്കുന്നുണ്ട് ഇതിരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ താമസിക്കുമ്പോൾ നമുക്ക് നാട്ടിൽ വന്നിട്ട് ഇങ്ങനൊരു ബലിയിടാൻ കഴിയില്ലല്ലോ എന്നൊരു വിഷയം. അയ്യോ, അച്ഛനും അമ്മയൊക്കെ അവിടെയുള്ളത്, അല്ലെങ്കിൽ അവരൊക്കെ കുടുംബാംഗങ്ങളൊക്കെ അവിടെ ഉള്ളത്. അപ്പോൾ ഒരു ദിവസമെങ്കിലും എനിക്ക് പിതൃക്കൾക്ക് വേണ്ടി ബലിയിടണമെന്നുണ്ട്, പക്ഷേ നാട്ടിൽ വന്നിട്ട് കുറേ കാലമായി. അല്ലെങ്കിൽ ആ കർക്കടക വാവ് ബലി ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ദിവസം എല്ലാവരും കുടുംബസമയത്ത് ഒന്നിച്ചൊരു വാർഷികമായിട്ട് ഒരു വർഷത്തിലുള്ള ഒന്നിച്ചുള്ളൊരു ബലിയിടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് സാധിക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം വളരെ ഉപകാരമായിരിക്കും. ഇനി അതുമല്ല, ദൂര സ്ഥലത്തേക്ക് നമുക്ക് പോകണം. ദൂര സ്ഥലത്ത് പോയിട്ട് നമുക്ക് ബലിയിടുക എന്ന് പറഞ്ഞാൽ അതും അസാധ്യമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വളരെ ലളിതമായിട്ടിടാം, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കിടാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇതേ ബലികർമ്മം നമ്മൾ വീട്ടിൽ നിന്നും നമുക്കിടാൻ പറ്റും. അത് എങ്ങനെയാണ് നമ്മൾ ഇടുക? ഇവിടെ ചിന്തിക്കേണ്ടത് വെച്ചാൽ, ബലികർമ്മം നിങ്ങൾ എവിടുന്നും എങ്ങനെ ഇട്ടാലും ശ്രദ്ധിക്കേണ്ടത് ഭക്തിയോടെയും ശ്രദ്ധയോടുകൂടിയും ചെയ്യണം എന്നുള്ളതാണ്. ശ്രദ്ധയോട് ചെയ്യുന്നതിനെയാണ് ശ്രാദ്ധം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് ഓർക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളാവട്ടെ, ഗ്രാമത്തിൽ താമസിക്കുന്ന ആളാവട്ടെ, ഇനി ക്ഷേത്രത്തിൻ്റെ അരികിൽ താമസിക്കുന്ന ആളാവട്ടെ, എവിടെ താമസിക്കുന്ന ആളായാലും അവർക്കൊക്കെ എന്ത് ചെയ്യാം? ഈ തരത്തിൽ ബലികർമ്മം ചെയ്യാം എന്നർത്ഥം. അപ്പോൾ നമ്മൾ ബലികർമ്മം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത്, മന്ത്രമറിയില്ല, കർമ്മമറിയില്ല, ഒന്നും വിഷയമില്ല. നിങ്ങൾ ഭക്തിയോടെ ശ്രദ്ധയോടുകൂടി ഇട്ടാൽ മാത്രമേ കൊണ്ട് വേറെ ഒന്നും വേണ്ട എന്നർത്ഥം. അങ്ങനെയുള്ള ആൾക്കാർക്ക് ചെയ്യാനുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാം എന്നർത്ഥം. ഇനി വേറൊരു കാര്യം ചിന്തിക്കേണ്ടത്, ആരൊക്കെയാണ് ബലിയിടുക എന്നുള്ളതുണ്ട്. ആൺമക്കൾ മാത്രമേ ബലിയിടാൻ പാടുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൺമക്കൾ മാത്രമല്ല, എല്ലാവർക്കും ബലിയിടാം. ചില ആൾക്കാരൊരു മൂത്ത മകനുണ്ട്, മൂത്ത മകനാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം, മൂത്ത മകനാണ് ബലിയിടേണ്ടത് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. മൂത്ത മകനായാലും ഇളയ മകനായാലും, പെൺമക്കളുണ്ടെങ്കിൽ അവരായാലും, സഹോദരിയോ സഹോദരനുണ്ടെങ്കിലും എല്ലാവർക്കും ബലിയിടാം. പിന്നെ ഒരു സംശയം ചോദിക്കും, അല്ല, ഇത് ആർക്കാണ് ബലിയിടുന്നത്? എൻ്റെ അച്ഛനും മരിച്ചിട്ടില്ല, എൻ്റെ അമ്മയും ജീവനുണ്ട്, പിന്നെ ഞാൻ ആർക്കാണ് ബലിയിടുന്നത്? അവിടെയും വലിയൊരു കാര്യമുണ്ട്. എന്താ പറയുക, നമ്മുടെ അച്ഛനും അമ്മയും മരിച്ചില്ലെങ്കിൽ അവർക്ക് ഈ ജന്മം കിട്ടാൻ കാരണക്കാരായ കാരണവന്മാരുണ്ട്, ഇല്ലേ? അവർക്ക് അച്ഛനും അമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാം. അവരുടെ അച്ഛനുണ്ട്. അങ്ങനെ പിതൃക്കളായിട്ട് എത്രയോ തലമുറ വന്ന അവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് ചെയ്യാം. ഇത് കൂടാതെ നമ്മളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനവധി ആൾക്കാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ഇനി മക്കളായിട്ട് നമ്മളെപ്പുറം വന്നുപോയി, അവർ അകാലത്തിൽ പൊരിഞ്ഞു പോയി. ഇനി വേറെ ഏതെങ്കിലും നല്ല സൗഹൃദ ബന്ധമുള്ള ആൾക്കാരുണ്ട്, നമുക്കായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ വളരെയേറെ സൗഹൃദ ബന്ധത്തിലുള്ള ആൾക്കാർ, സുഹൃത്തുക്കളായ ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ആൾക്കാർ. നമുക്ക് ഒരാളുടെ ആരാധനയുണ്ട്, അയാൾ മരിച്ചുപോയി, അവർക്ക്. ഇനി പരിചയക്കാരനായ ഒരാൾക്ക് തന്നെ ഏതായാലും എനിക്കിന്ന് അദ്ദേഹത്തിനൊരു ഇടം ഇടാം. അപ്പം അങ്ങനെ എല്ലാവർക്കും ചെയ്യാം. ഇനി ഈ കൂട്ടത്തിൽ പക്ഷിമൃഗാദികളായിട്ട് പോലും നമ്മളെ സ്നേഹിക്കുകയും നമ്മളോടൊപ്പം കഴിഞ്ഞ ആൾക്കാരുണ്ട്. പൂച്ച, പട്ടി, മറ്റു പല ജീവജാലങ്ങളായിട്ട് നമ്മളോടൊപ്പം കഴിയുന്നു.
അവരുടെയും നമ്മുടെയും എല്ലാം ആത്മാവ് ഒന്ന് തന്നെ കേട്ടോ. ആത്മാവ് എന്ന് പറഞ്ഞാൽ ഒന്നാണ്, വ്യത്യസ്ത ശരീരത്തിലൂടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പട്ടിയുടെ ശരീരം സ്വീകരിച്ചു, മനുഷ്യൻ്റെ ശരീരം സ്വീകരിച്ചു, അങ്ങനെ ഓരോരോ ശരീരം സ്വീകരിച്ചു വന്നതുകൊണ്ട് മാത്രം അവരെ വിളിക്കുന്നു മാത്രം. പക്ഷേ ആത്മാവ് എന്ന് പറയുന്നത് ഈ പരമാത്മാവിൽ നിന്നും ഓരോ ശരീരത്തിലേക്ക് ജീവാത്മാവായിട്ട് കയറുമ്പോൾ ശരീരത്തിൻ്റെ രൂപത്തിനനുസരിച്ച് അവരെ വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അതൊന്നും ചിന്തിക്കേണ്ട, എല്ലാവരും സ്മരിച്ചുകൊണ്ട് വേണം നമ്മൾ കർമ്മം ചെയ്യാൻ. എല്ലാ ജീവജാലങ്ങളും നമ്മളായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും നമ്മുടേതായിട്ടൊരു കടം വീടുകയാണ്, അല്ലെങ്കിൽ നമ്മളായിട്ടൊരു സേവനം ചെയ്യുകയാണ് എന്നുള്ള സങ്കല്പത്തിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളേതായാലും ബലികർമ്മം ചെയ്യാൻ തീരുമാനിച്ചു, ഉറപ്പിച്ചല്ലോ. ഇനി ബലികർമ്മം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ട ചടങ്ങ് എന്താണ്? ഓരോന്നിനും ഓരോരോ ഇതുണ്ടല്ലോ. ഒരു വീടെടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തറ കെട്ടണ്ടേ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, നാളെയാണ് ബലികർമ്മമെങ്കിൽ നാളെയാണ് ബലികർമ്മം ചെയ്യേണ്ടത്. അത് ഒരു വർഷത്തിലൊരിക്കൽ ചെയ്യുന്നതാവാം, കർക്കിടകത്തിലതാവാം, ഏതും ആവട്ടെ. അങ്ങനെയാണെങ്കിൽ തലേ ദിവസം തന്നെ നമ്മൾ എന്ത് വേണം? വ്രതം എടുക്കണം. വ്രതം എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാ? എണ്ണ തേച്ചിട്ട് കുളി പാടില്ല. ബുദ്ധിമുട്ടാണ്. ചില ആൾക്കാർ എണ്ണ തേക്കാത്തതുകൊണ്ട് അത് വിഷയമില്ല. എന്നിട്ടോ കുളി കഴിഞ്ഞാൽ ക്ഷേത്ര ദർശനം നമ്മൾ നടത്തണം. രാവിലെയും വൈകിട്ടും ചെയ്യുക, അത് ഏറ്റവും ഉത്തമം. ഇനി ക്ഷേത്ര ദർശനം നടത്താൻ അടുത്തൊന്നും ക്ഷേത്രമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരെന്ത് വേണം? ഈശ്വര പ്രാർത്ഥനക്കായിട്ട് സമയം കണ്ടെത്തുക. ഭാഗവത പാരായണോ രാമായണ പാരായണോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് നമ്മൾ സമയം കണ്ടെത്തുക. ക്ഷേത്രത്തിൽ പോയി വന്നിട്ടും ഇത്തരത്തിലുള്ള പാരായണത്തിലും കാര്യത്തിലൊക്കെ നമുക്ക് ബന്ധപ്പെടാം. ആ കൂട്ടത്തിൽ മത്സ്യ മാംസ മദ്യ ലഹരി വസ്തുക്കൾ പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കണം. ഈ ഉള്ള സമയത്ത് ബ്രഹ്മചര്യവും പാലിക്കണം. ഇതാണ് തലേ ദിവസത്തെ വ്രതത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ആ കൂട്ടത്തിൽ ഒരു നേരം ഭക്ഷണം മാത്രം കഴിക്കാം, ഒരിക്കലായിട്ടുള്ള വ്രതം. അല്ലാണ്ട് നൊയമ്പാവണമെന്നില്ല, ഒരു നേരം ഭക്ഷണം. അപ്പോൾ ചില ആൾക്കാർ പറയും ഒരു നേരം ഭക്ഷണം എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് അരി ഭക്ഷണം പാടില്ല എന്നേ ഉള്ളൂ, അതുകൊണ്ട് ഗോതമ്പ് കഴിച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ പാടില്ല. അങ്ങനെയാണെങ്കിൽ പഞ്ചാബ്, ഹരിയാന, ഡൽഹി ഇവർക്കൊക്കെ അവർ ഗോതമ്പ് കഴിക്കില്ല, അരി ഭക്ഷണം കഴിക്കാനേ ഇല്ല. അപ്പോൾ അവരെങ്ങനെ ഒരിക്കലും എടുക്കുക? അപ്പോൾ അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടല്ലോ, ആ ഭക്ഷണം ഒരു നേരം കഴിക്കുക. അതാണ് ഒരിക്കലെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഒരിക്കലല്ല, ഇന്ന് ഇരിക്കല. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും ഭക്ഷണം കഴിച്ചാലും ഇരിക്കല, അത്രയേറെ കഴിക്കും. അതും മിതമായ ഭക്ഷണമേ കഴിക്കാവൂ. ആവശ്യത്തിന് നമ്മൾ ആ ഒരു നേരത്തെ ഭക്ഷണം മാത്രം. പിന്നെ മറ്റുള്ള നേരങ്ങളിൽ ഇപ്പോൾ ചില ആൾക്കാർ പറയാച്ചാൽ ഒരു നേരം ഭക്ഷണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അരി ഭക്ഷണം ഒരു നേരം കഴിക്കാൻ പാടുള്ളൂ, ഒരിക്കലാണേ. അപ്പോൾ രാവിലെ ഒരു 4 ചപ്പാത്തിയും അല്ലെങ്കിൽ ഒരു 10 ചപ്പാത്തിയും 2 ഗ്ലാസ് പാലും അതിൻ്റെ കറികളൊക്കെ നമ്മൾ കഴിക്കുന്നു. ഒരിക്കലാണ് അരി ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉച്ചക്ക് ഒരു നേരം അരി ഭക്ഷണം കഴിക്കാമല്ല. അപ്പോൾ ഉച്ചക്ക് ഒരു നേരം കഴിക്കുന്നത് മൃഷ്ടാന ഭോജനം കഴിച്ചു. വൈകിട്ട് 4 മണിക്ക് അരി ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഒരു 4 or 5 പഴം, നേന്ത്രപ്പഴം, ഏത്തക്ക എന്നൊക്കെ പറയുമ്പോൾ അത് കഴിക്കുക. ഒരു 5-6 ഗ്ലാസ് പാലും. രാത്രി കിടക്കാറാകുമ്പോഴോ അതും ഗോതമ്പിനെ കൊണ്ടുള്ള എന്തെങ്കിലും ഉപ്മാവോ അത് 1.5 പറ. ശരിക്കും പറഞ്ഞാൽ ഇരിക്കലും അല്ല, കിടക്കലായി പോകും. പിന്നെ അപ്പോൾ ഒരു നേരം ഭക്ഷണം, അത് നിങ്ങൾ എന്ത് കഴിച്ചാലും, പഴം കഴിച്ചാലും വേണ്ടില്ല, അരി ഭക്ഷണം കഴിച്ചാലും വേണ്ടില്ല, ഗോതമ്പ് കഴിച്ചാലും വേണ്ടില്ല, പഴവർഗ്ഗങ്ങൾ കഴിച്ചാലും ഒന്നും വിഷയം, ഏതും ഒറ്റ നേരം കഴിച്ചോളൂ. അതാണ് അതിൻ്റെ കണക്ക്. അതാണ് ഒരിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരിക്കൽ എടുത്ത് കഴിഞ്ഞ സമയത്ത് ഗോതമ്പ് ഭക്ഷണത്തിന് ഒരു പ്രത്യേകതയില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. എന്നിട്ട് എന്തുകൊണ്ട് ഇനി കർമ്മം ചെയ്യേണ്ടത് പിറ്റേ ദിവസമാണ്. ആ കർമ്മത്തിന് എങ്ങനെയാണ് നമ്മൾ തയ്യാറാവേണ്ടത്? ശരിക്കും കുളി കഴിഞ്ഞതിന് ശേഷം എന്നുവെച്ചാൽ അതിന് മുമ്പേ നമ്മൾ പ്രഭാതത്തിലുള്ള കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കണം. മലമൂത്ര വിസർജനവും കാര്യങ്ങളെല്ലാം ചെയ്ത് കുളി കഴിഞ്ഞതിന് ശേഷം വേണം ഈ കർമ്മം ചെയ്യാൻ. കുളിച്ചിട്ട് പിന്നെ അപ്പുറം വീടിൻ്റെ അകത്ത് പോവുക, അപ്പുറത്ത് പോവുക, ഇപ്പുറത്ത് പോവുക, ഇതൊന്നും ചെയ്യാൻ പാടില്ല. കുളി കഴിഞ്ഞാൽ പിന്നെ നേരെ വരേണ്ടത് ഈ കർമ്മം ചെയ്യാനാണ്. പിന്നെ അതിനിടയിൽ വേറെ ഒരു സ്ഥലത്തേക്ക് പോയാൽ മറ്റുള്ളവരോട് വർത്തമാനം പറഞ്ഞ് നിൽക്കാനൊന്നും പാടില്ല. കുളി കഴിഞ്ഞാൽ പിന്നെ ആദ്യം. അപ്പോൾ ഈ കുളി കഴിഞ്ഞിട്ട് ഈറനോടെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഉത്തമം. നമുക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട് എന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് നനഞ്ഞ തുണി എടുത്തിട്ട് കുറേ നേരം ഇരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ആൾക്കാരെ കുളി കഴിഞ്ഞിട്ട് ശുദ്ധിയുള്ള ഏതെങ്കിലും ഒരു വസ്ത്രം ധരിച്ചിട്ടായാലും അവർക്ക് ഇരിക്കാം. നമുക്ക് ലളിതമായ രീതിയിൽ ശ്രേഷ്ഠമായി നമ്മുടെ മനസ്സിന് തൃപ്തി വരുന്ന വിധത്തിലാണ് നമ്മുടെ കർമ്മം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മളവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ അതിന് തയ്യാറാകുന്നു. അപ്പോൾ ഇതിന് തയ്യാറാവണമെങ്കിൽ നമുക്ക് സാധനങ്ങൾ വേണ്ടേ? എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ ഇതിന് ഒരുക്കേണ്ടത്? അത് ഓർമ്മ വേണം.
വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു 3 വാഴ ഇല വേണം. അതിൽ 2 നാക്കില തന്നെ വേണം. മറ്റൊന്നും എങ്ങനെയായാലും വിഷയമില്ല. ഇനി 3 നാക്കില ആയാലും ബുദ്ധിമുട്ടേ ഇല്ല. പിന്നെ നിലവിളക്ക്. ഇനി നമ്മളൊരു 10 ആൾക്കാർ കർമ്മം ചെയ്യാണ്ടിരിക്കട്ടെ, 10 ആൾക്കാർക്ക് 10 നിലവിളക്കുണ്ടെങ്കിൽ ഉത്തമം. ഇല്ലെങ്കിൽ ഒരു നിലവിളക്കായാലും മതി. ഉള്ളത് കൊണ്ട് നമ്മൾ ഓണം പോലെ എന്ന് പറയല്ലേ, അതുപോലെ ഉള്ള സാധനം ഉപയോഗിച്ച് നമ്മൾ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ അത് പിതൃക്കൾ സ്വീകരിക്കും. അതിന് മന്ത്രം വേണമെന്നില്ല, മറ്റൊന്നും വേണമെന്നില്ല. നമ്മുടെ മനസ്സിൻ്റെ അർപ്പണമാണ് ഈ പിതൃതർപ്പണം. അപ്പോൾ പിന്നെ വേണ്ടുന്ന ദർഭ എന്ന് പറയുന്ന പുല്ല്. അതില്ലെങ്കിലും സാരല്ല, ഉണ്ടെങ്കിൽ ഉത്തമം. ഇല്ലെങ്കിൽ അയ്യോ അതില്ലല്ലോ എന്ന് വെച്ചാൽ ടെൻഷൻ അടിക്കുന്ന വേണ്ട, ഇല്ലെങ്കിലും സാരല്ല. പിന്നെ കറുക, അതൊക്കെ നാട്ടിൻപുറത്ത് ഇഷ്ടംപോലെ കിട്ടുന്നതാണ്. അതും ഇല്ലെങ്കിൽ സാരല്ല, ഉണ്ടെങ്കിൽ ഉത്തമം. പച്ചരി അല്ലെങ്കിൽ ഉണങ്ങലരി, ഏതും ഒന്നേ കൊണ്ടും 2 വേണ്ട. അപ്പോൾ ഇത് പിന്നെയോ എള്ള് വേണം. പിന്നെ ചെറുള എന്ന് പറയുന്ന ഒരു തരം സാധനമുണ്ട്. അത് പൂക്കളുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ്. പിതൃകർമ്മത്തിന് ഏറ്റവും ഉത്തമമായിട്ട പൂക്കളാണ് ചെറുള എന്ന് പറയുന്നത്. ഇതിന് ചെറുള കിട്ടാനില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? തുളസി നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ചെറുള തന്നെ നിർബന്ധം പറയാൻ കാരണം എന്നറിയാം. ഈ ചെറുള എന്ന് പറയുന്നത് യമദേവൻ്റെ സ്വാധീനമുള്ള ഒരു പൂവാണ്. യമനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ പിതൃക്കൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ചെറുള. പിതൃക്കളുടെ അധിപനാണല്ലോ യമദേവൻ. അതുകൊണ്ട് യമനും പ്രിയപ്പെട്ടതാണ് ഈ പറയുന്ന ചെറുള എന്നർത്ഥം. അപ്പോൾ ആ ചെറുള ഇല്ലെങ്കിൽ തുളസി എടുക്കാം. തുളസി ഇനി അതും ഇല്ലെങ്കിൽ ചെക്കിയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ തുളസി എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ മോക്ഷദായകനായിട്ടുള്ള വിഷ്ണുവിൻ്റെ പ്രതീകമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ അതെടുക്കാം. പിന്നെ ചന്ദനം കൊണ്ടുവരണം. ഈ ചന്ദനം വെള്ളത്തിൽ ചാരിച്ചിട്ട് അല്പം വെള്ളം പോലെ ലൂസാക്കി വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കിണ്ടി വേണം, അതിൽ വെള്ളം വേണം. ഇനി കിണ്ടി ഇല്ലാന്നിരിക്കട്ടെ, എല്ലാ സ്ഥലത്തും കിണ്ടി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? മറ്റേതെങ്കിലും ഒരു പാത്രം, അതിലല്പം അത് നിറയെ വെള്ളം വേണേ. പിന്നെ വേണ്ടത് നിവേദ്യമാണ്. ഇതെന്താ ഈ നിവേദ്യം എന്ന് ചോദിക്കൂലേ? നമുക്കറിയാം, ഈ ദേവന്മാർക്ക് നമ്മൾ സമർപ്പിക്കുന്ന നിവേദ്യത്തിന് ഹവ്യം എന്ന് പറയും. പിതൃക്കൾക്ക് സമർപ്പിക്കുന്ന നിവേദ്യത്തിന് കവ്യം എന്ന് പറയും. 2 ഓർമ്മ വേണം, മാറിപ്പോരുത്. അപ്പം ഈ പറയുന്ന കവ്യമാകുന്ന സാധനം നമ്മൾ ഉണ്ടാക്കണം. ആരുണ്ടാക്കണം? ആരാണോ ഈ കർമ്മം ചെയ്യുന്നത് അവർ തന്നെ അത് ഉണ്ടാക്കണം. ഇപ്പം ഞാനാണ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരാളാക്കുക. കർമ്മം ചെയ്യുന്ന ആൾ കർമ്മം ചെയ്യാതെ അതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാളോട് പറയുന്നത് ശരിയല്ല, അവർ സ്വീകരിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുക. ഇതെങ്ങനെ ഉണ്ടാക്കുക? അത് ബുദ്ധിമുട്ടല്ലേ അറിയാൻ. അപ്പോൾ ഇത് ഉണ്ടാക്കേണ്ട വിധം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ പച്ചരി ചോറ് വെക്കാറില്ലേ? നമ്മൾ വീട്ടിൽ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ചോറ് വെക്കുമല്ലോ, അതേപോലെ ഒരു മാറ്റമില്ല. പച്ചരിയോ ഉണങ്ങലരിയോ എടുത്ത് നല്ലപോലെ വേവിച്ച് അത് വെന്ത് വരുമ്പോൾ അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ആ വരുന്ന ചോറാണ് ഇവിടെ നിവേദ്യമായിട്ട് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ദേവന്മാർക്ക് കൊടുക്കുന്നത് അങ്ങനെയല്ല. ദേവന്മാർക്ക് കൊടുക്കുന്നത് എങ്ങനെ വെച്ചാൽ, ഈ നല്ലപോലെ വേവിച്ചിട്ട് ആ വെള്ളം മുഴുവൻ വറ്റിക്കും. അതാണ് വറ്റിച്ചതിന് ശേഷമുള്ള ഇതാണ് ഹവ്യം എന്ന രീതിയിൽ ഇതാണ്. അതിനൊന്നും മറച്ച് കളയാൻ പാടില്ല. പക്ഷേ ഇതിൽ നിന്നും ആ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷമുള്ളതാണ് കവ്യം എന്ന് പറയുന്നത്. അതാണ് പിതൃക്കൾക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ ഈ കവ്യം നമ്മൾ തയ്യാറാക്കിയിട്ട് അവിടെ വെക്കണം. ഇനി നമുക്ക് അതിനുള്ള സൗകര്യമൊന്നുമില്ല, എന്ത് ചെയ്യും? ഇത് വേവിച്ചിട്ട് ഉണ്ടാക്കേണ്ട സൗകര്യമോ കാര്യങ്ങളോ നമുക്കില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ, പച്ചരി ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഉണങ്ങലരി ഉണ്ടാവില്ലേ, അത് നമുക്ക് പിണ്ടമായി സങ്കല്പിക്കാം. നമ്മൾ എന്താണോ മനസ്സറിഞ്ഞിട്ട് ചെയ്യുന്നത് അത്തരത്തിൽ നടക്കും. രാമായണത്തിൽ സമ്പാദിക്ക് വേണ്ടി ശ്രീരാമ കർമ്മം ചെയ്യുന്ന സമയത്ത് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഉടനെ അവിടെ നിന്ന് കിട്ടിയ പച്ച മാംസം എടുത്തിട്ടാണ് സമ്പാദിക്ക് പിണ്ടം വെച്ചതെന്ന് രാമായണത്തിൽ പറയുന്നത് ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെയാണ് നമുക്ക് എന്താണോ ഉള്ളത് അത് നമ്മൾ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി സമർപ്പിക്കുക എന്നർത്ഥം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, കർമ്മം ചെയ്യുന്ന ആൾക്കാർ പല ആചാര്യന്മാരും പലതരത്തിൽ പറയാറുണ്ട്. കാരണം സ്ത്രീകൾ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ സ്ത്രീകൾ തിരിഞ്ഞിരിക്കരുത്, പുരുഷന്മാർക്ക് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കാം, തെക്കോട്ട് തിരിഞ്ഞിരിക്കാം എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഏറ്റവും ഉത്തമം എന്ന് പറയാം, കർമ്മത്തിന് ഒരു നല്ലൊരു പര്യവസാനം വേണമെങ്കിൽ തെക്ക് ആണ് പിതൃലോകം. തെക്ക് ഭാഗത്താണ് പിതൃലോകം. ആ ലോകത്തിൻ്റെ ആ തെക്ക് ഭാഗത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് യമനാണ്.
അപ്പോൾ ആ ഭാഗത്തേക്ക് നോക്കി തന്നെ ഇരിക്കണം. അത് സ്ത്രീകളായാലും വേണ്ടില്ല, പുരുഷന്മാരായാലും വേണ്ടില്ല. സ്ത്രീകൾക്ക് പ്രത്യേകതയില്ല, പുരുഷന്മാർക്ക് പ്രത്യേകതയില്ല. പിതൃകർമ്മം എല്ലാവർക്കും ചെയ്യാമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അത് സ്ത്രീകൾക്കും ചെയ്യാം, പുരുഷന്മാർക്കും ചെയ്യാം, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് പുരുഷന്മാർ ഇങ്ങനെ ചെയ്യണം, സ്ത്രീകൾ ഇങ്ങനെ ചെയ്യണം ഒന്നുമില്ല. ദേവൻ്റെ മുന്നിൽ, പിതൃവിൻ്റെ മുന്നിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. മനുഷ്യർക്കിടയിലാണ് സ്ത്രീ പുരുഷ വ്യത്യാസം. അത് നമ്മൾ ആദ്യം ഓർക്കുക. ദേവന്മാരുടെ മുന്നിലും പിതൃക്കളുടെ മുന്നിലും അങ്ങനത്തെ ഒരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കർമ്മം എല്ലാവർക്കും ചെയ്യാമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. നമ്മുടെ ഗരുഡ പുരാണത്തിൽ പറഞ്ഞെന്താണെന്നറിയോ? അലമുറയിട്ട് കരയുന്ന ആൾക്കാർ, ദുഃഖം അടക്കാനാകാതെ അലമുറയിട്ട് കരയുന്ന ആൾക്കാരുണ്ടാവില്ല മരിച്ച സമയത്ത്, അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് കർമ്മം ചെയ്യിക്കരുതെന്ന് പറഞ്ഞു. അത് മക്കളായാലും വേണ്ടില്ല, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും സങ്കടം സഹിക്കാനാകാതെ കരയുന്ന ആൾക്കാരെ കൊണ്ട് കർമ്മം ചെയ്യിക്കരുത്. അവർ ഭയന്ന് പേടിച്ചിരിക്കുന്ന ആൾക്കാർ, ഇതിൻ്റെ അടുത്തേക്ക് പോകാൻ പേടിയുള്ള ആൾക്കാരുണ്ടാവും, അവരെ കൊണ്ടും ചെയ്യിക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരം വെച്ച് നോക്കുമ്പോൾ ഇവിടെ സ്ത്രീ പുരുഷ ഇതല്ല, കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ സ്ത്രീയും പുരുഷനും എല്ലാവരും ചെയ്യണം. അതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ചെയ്യുന്നതാണ് ഉചിതം. അവിടെ പുരുഷന്മാർക്ക് ചെയ്യാം, ആണുങ്ങൾക്ക് ചെയ്യാം, മൂത്താൾക്ക് ചെയ്യാം, ഇളയാൾക്ക് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് ഇരിക്കുമ്പോൾ തെക്ക് വശത്തേക്ക് തിരിഞ്ഞ് വേണം ഇരിക്കുവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കർമ്മം തുടങ്ങാം, അല്ലേ? കർമ്മം തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടതെന്നറിയാം. ഞാൻ പറഞ്ഞു 3 വാഴ ഇല കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ തെക്കോട്ട് നോക്കി ഇരിക്കണം. ഇരിക്കുന്ന സമയത്ത് അതും നമ്മൾ പ്രധാനമായിട്ടുള്ളതാണ്. അത് ഞാൻ ആ ഭാഗം എത്തുമ്പോൾ പറയാം എങ്ങനെ ഇരിക്കണം എന്നുള്ളത്. അത് പറയാം. അപ്പോൾ ഇത് നമുക്ക് പറയാം. ആദ്യം ഒരു നാക്കില എടുക്കുക. അതിൻ്റെ നാക്ക് തെക്കോട്ട് വരും വിധത്തിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അതിൽ നമ്മൾ എന്ത് വേണം? നിലവിളക്ക് കൊളുത്തി വെക്കുക. ശ്രദ്ധിക്കേണ്ടത്, നിലവിളക്കിൽ എവിടെയാണ് തിരിയിടേണ്ടത്? നിലവിളക്കിൽ ഈ കർമ്മം ചെയ്യുമ്പോൾ തിരിയിടേണ്ടത്, പല ആൾക്കാരും കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടൊക്കെ 5 തിരിയൊക്കെ ഇട്ടിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഈ ഒരു കർമ്മത്തിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മരിച്ചു കഴിഞ്ഞാൽ ആ ശവം കിടത്തുമ്പോൾ എങ്ങനെയാണോ വിളക്ക് കൊളുത്തുന്നത് അതേപോലെ. എങ്ങനെ? ഒരു തിരി യമധർമ്മനി, തെക്കിൻ്റെ അധിപനായിട്ടുള്ള യമന് വേണ്ടിയിട്ട് ഒരു തിരി ഇട്ടു. മറ്റൊന്നോ ഈ കർമ്മം ചെയ്യുന്ന അവിടെ പിതൃക്കൾ വരൂലേ, ആ പിതൃവിന് വേണ്ടിയിട്ട് ഒരു തിരി. അപ്പോഴെന്താ? ഒന്ന് തെക്കോട്ടും ഒന്ന് വടക്കോട്ടും. ആ പിതൃക്കൾ വന്നു കഴിഞ്ഞാൽ ആ പിതൃക്കൾ നമ്മൾ പൂജിക്കാനല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 2 തിരിയാണ് നമ്മൾ ഇടേണ്ടത്. അത് തെക്കും വടക്കുമായിട്ട് വേണം ഇടാൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ട് നിവേദ്യം തയ്യാറാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പം എത്ര ആളുണ്ട് കർമ്മം ചെയ്യാൻ നോക്കുക. ചിലപ്പം ഒരു വീട്ടിൽ നിന്ന് ഒരു 5 or 6 ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ കവ്യം തയ്യാറാക്കിയിട്ടുണ്ടല്ലോ, നിവേദ്യം തയ്യാറാക്കിയിട്ടുണ്ടല്ലോ, അതിൻ്റെ പകുതി ഭാഗം നമ്മൾ അങ്ങോട്ട് മാറ്റുക. പകുതി ഭാഗം നമ്മൾ ഇട്ടെടുക്കുക. ആ പകുതി ഭാഗം നമ്മൾ വീട്ടിൽ തന്നെ അവിടെ വെച്ചോട്ട് അത് അനക്കണ്ട. പകുതി ഭാഗം എന്ത് വേണം വെച്ചാൽ എടുത്തിട്ട് ഒരാൾക്ക് 1 ഉരുള എന്ന വിധത്തിൽ ഉരുട്ടി കയ്യിലേക്ക് വെക്കുക. അതിവിടെ കൊണ്ടുവരിക. അത് ഒരു ഇലയുടെ സൈഡിൽ അങ്ങോട്ട് വെക്കുക. നേരത്തെ വിളക്കിന് മുന്നിൽ വെച്ച ഇലയല്ല, അത് വിളക്കിലെടുത്ത് വേറെ ഒന്നും വെക്കാനായിട്ടില്ല. അതിനുശേഷം എന്ത് വേണം? നമ്മൾ കർമ്മത്തിനായിട്ട് തെക്കോട്ട് നോക്കിയിരിക്കുകയാണ്. ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ശരിക്കും ഇടത് മുട്ട് കുത്തി വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇടത് മുട്ട് നിലത്ത് ടച്ച് ചെയ്തിട്ട് വേണം ഇരിക്കാൻ. അയ്യോ, കുറേ നേരം ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രശ്നമൊന്നുമില്ല കേട്ടോ, ആരും നമ്മൾ തൂക്കിക്കൊല്ലില്ല, ഒരു പ്രശ്നമില്ല. നമ്മൾ ഭക്തിയാണ്, ശ്രദ്ധയാണ്, ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോഴെന്ത് ചെയ്യാം? നമുക്ക് ഒന്നുകിൽ ഒരു ബെഡ്ഷീറ്റ് എടുക്കാം. ഇനി അതല്ല എങ്കിൽ ഒരു പലകയോ ഒരു പായോ ഇട്ട് വീടിൻ്റെ അകത്തുനിന്ന് ചെയ്യാം, പുറത്തുനിന്ന് ചെയ്യാം, എവിടെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, അതൊന്നും വിഷയമൊന്നുമില്ല. ഫ്ലാറ്റിലാണെങ്കിൽ അവരവിടെ നിന്ന് ചെയ്യേണ്ടത് ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ നിന്നല്ലേ. അപ്പോൾ വീടിൻ്റെ അകത്തായാലും പുറത്തായാലും എവിടെയായാലും ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ ഇരിക്കാൻ, തെക്കോട്ട് നോക്കിയിരിക്കാൻ തക്കുന്ന വിധത്തിൽ നമുക്കിതിട്ടിരിക്കാം. എന്നിട്ട് എന്ത് വേണം? പക്ഷേ ഈ അവസരത്തിൽ നമുക്ക് വേറൊരു ബുദ്ധിമുട്ടുണ്ട്. കുറേ പ്രായമുള്ള ആളുണ്ട്, അല്ലെങ്കിൽ ചെറുപ്പക്കാരായ ആൾക്കാർ ഒരു ആക്സിഡൻ്റ് എല്ലാം പറ്റിയിട്ടുണ്ട്, മുട്ടും അടങ്ങുന്നില്ല, ബുദ്ധിമുട്ടാണെന്ന് ഇരിക്കട്ടെ. ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് മുന്നിൽ ചെറിയ കുനിഞ്ഞിരിക്കാൻ പറ്റാത്ത ആൾക്കാർ ചെറിയൊരു മേശ, ഒരു ടീപ്പോയി പോലത്തെയോ അല്ലെങ്കിൽ ഹൈറ്റ് കുറഞ്ഞ ഒരു മേശ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ തയ്യാറാക്കി വെച്ചാലും മതി, താഴെ തന്നെ നില. എന്നിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റും. ഇനി കുറച്ച് ഉയർന്ന ഒരു പലക പോലത്തെ അല്ലെങ്കിൽ ഒരു സ്റ്റൂൾ പോലത്തെ എന്തെങ്കിലും വെച്ചിട്ട് വേണമെങ്കിൽ അവർക്ക് അവിടെ ഇരുന്നിട്ട് ചെയ്യാം. ഇവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ഭക്തിയും നമ്മുടെ ശ്രദ്ധയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ തരത്തിൽ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയോ ഇതെല്ലാം തയ്യാറാക്കി നമ്മൾ തെക്കോട്ട് നോക്കിയിരുന്നു. ഇനി നമ്മൾ കർമ്മം തുടങ്ങാൻ പോവുകയാണ്.
അപ്പോൾ നിലവിളക്ക് കൊളുത്തി വെച്ചല്ലോ, അതിൻ്റെ തൊട്ട് മുമ്പിൽ മറ്റൊരു നാക്കില വെക്കുക. നാക്കില എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, കണ്ണൂർ ഭാഗത്ത് കൊടി ഇല എന്ന് പറയും, കൊടി ഭാഗമുള്ളത്, തൂശനില എന്ന് ചില ആൾക്കാർ പറയും. അപ്പം ഇനി നമ്മളിത് പറയും, ഇതിൻ്റെ നേരെ ഈ വിളക്കിൻ്റെ മുന്നിൽ ഒരു ഇലയിടും. അതിൻ്റെയും നാക്കിൻ്റെ ഭാഗം എങ്ങോട്ടായിരിക്കണം? നേരെ തെക്കോട്ടായിരിക്കണം. ഇനി നമ്മൾക്ക് ഇല കിട്ടാത്തൊരു സ്ഥലമാണെന്നിരിക്കട്ടെ, വാഴ ഇലയില്ല. വാഴ ഇല ഇല്ലാത്തതാണെങ്കിൽ ആ നിലവിളക്ക് എന്ത് വേണം? നമ്മൾ ഒരു പേപ്പർ ഇട്ടിട്ട് വെക്കാം, ഒരു പലകയുടെ മുകളിൽ വെക്കാം. വെറും നിലത്ത് നിലവിളക്ക് വെക്കരുത്, അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇല കിട്ടാനില്ല എങ്കിൽ, വാഴ ഇല കിട്ടാനില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ദർഭ കിട്ടുമെന്ന് നോക്കുക. 2, 3, 5, 10 അത്രയും ദർഭ കിട്ടുവാണെങ്കിൽ ആ ദർഭ ഒരു 3, 4 കൊടുക്കുക. അല്ലെങ്കിൽ അത് കുറച്ച് കൂടുതലായാലും പ്രശ്നമില്ല, ഒരു 10 ആയി പോയാലും വിഷമമൊന്നുമില്ല. അത് വെക്കുക ഈ വിളക്കിന് നേരെ മുമ്പിൽ. നിലവിളക്ക് കത്തിച്ചു, അതിൻ്റെ നേരെ മുന്നിൽ ഈ ദർഭ അങ്ങോട്ട് വെക്കുക. ഇനി ദർഭയും കിട്ടാനില്ല എങ്കിലിരിക്കട്ടെ, നല്ലൊരു പ്ലേറ്റ് കിട്ടുമല്ലോ, ആ പ്ലേറ്റ് വെക്കും. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം എന്നർത്ഥം. അപ്പോൾ ഇതൊക്കെ ഈ നിലവിളക്കിൻ്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ തെക്കോട്ട് നോക്കിയിരിക്കുകയാണ്. നമ്മുടെ മുന്നിൽ ഇപ്പോൾ എന്തുണ്ട്? നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുമ്പിൽ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ കുറച്ച് ദർഭ വിരിക്കുകയോ അല്ലെങ്കിൽ ഒരു വാഴയില വെക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈകൂപ്പിയിട്ട് നേരെ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാം. ഈ അവസരത്തിൽ ഗണപതിയുടെ എന്തെങ്കിലും ധ്യാന ശ്ലോകമോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അറിയുന്നതൊക്കെ ചൊല്ലാം കേട്ടോ, അതൊക്കെ നല്ലതാണ്. അറിയാത്ത ആൾക്കാർ ചൊല്ലണ്ട. ഗണപതിയെ പ്രാർത്ഥിക്കാൻ അറിയാണ്ടില്ലല്ലോ, എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ എൻ്റെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ശ്രേഷ്ഠമായ ബലികർമ്മം ചെയ്യുകയാണ്, അതിന് ഒരു തടസ്സവുമില്ലാതെ വളരെ ഭംഗിയായിട്ട് പര്യവസാനിപ്പിക്കാൻ കഴിയണേ ഭഗവാനെ എന്ന് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാം. അതിനുശേഷം മോക്ഷദായകനായിട്ടുള്ള സാക്ഷാൽ ശ്രീഹരിയെ പ്രാർത്ഥിക്കുക. ആരാ ശ്രീഹരി? സാക്ഷാൽ നാരായണൻ തന്നെ, മഹാവിഷ്ണു തന്നെ. ആ മഹാവിഷ്ണുവിനോട് പറയാം, ഇവരേക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കർമ്മം ചെയ്യുകയാണ്, അത് മംഗളകരമാക്കി തീർക്കണം, അവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാക്കി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ഇതും കഴിഞ്ഞാൽ യമദേവനെ പ്രാർത്ഥിക്കാം. യമദേവൻ ഇവരൊക്കെ ഈ ദേവന്മാരുടെയൊക്കെ മന്ത്രങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് മന്ത്രം ജപിക്കാം, ഇല്ല എങ്കിൽ ജപിക്കണ്ട. യമദേവനോട് പ്രാർത്ഥിക്കേണ്ടത് വെച്ചാൽ, ഞാനിങ്ങനെ പിതൃക്കൾക്ക് വേണ്ടി കർമ്മം ചെയ്യുകയാണ്, അതുകൊണ്ട് തന്നെ ആ പിതൃക്കളെ എത്രയും വേഗം ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് ഈ കവ്യം നമ്മൾ കൊടുക്കുന്ന നിവേദ്യം മുഴുവൻ തന്നെ സ്വീകരിച്ച് തിരിച്ചു പോകാനുള്ള സൗകര്യം ഒരുക്കി തരണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 3 കാര്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ ആരൊക്കെത്? ഗണപതിയെ പ്രാർത്ഥിച്ചു, വിഷ്ണുവിനെ പ്രാർത്ഥിച്ചു, പ്രേതലോകത്തിൻ്റെ അധിപനായിട്ടുള്ള യമദേവനെയും പ്രാർത്ഥിച്ചു. ഇനി വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പിതൃക്കളെ ഒന്ന് പ്രാർത്ഥിക്കുക. ഞാനിതാ ഒരു കർമ്മം ചെയ്യാൻ പോവുകയാണ്, അപ്പോൾ ഈ കർമ്മം സ്വീകരിക്കാൻ എത്രയും പെട്ടെന്ന് എത്തിച്ചേരണേ എന്ന് അവരെയും പ്രാർത്ഥിക്കണം. എന്നതിന് ശേഷം നമ്മളെന്ത് ചെയ്യുന്നല്ലോ, ആ കിണ്ടി ഉണ്ടല്ലോ, ഇനി കിണ്ടി നമ്മൾക്ക് ഇല്ല എന്നിരിക്കട്ടെ, വേറെ ഏതെങ്കിലും പാത്രത്തിൽ വെള്ളം ഉണ്ടാവുമല്ലോ, ആ വെള്ളം നമ്മളെടുത്ത് അതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ കുറേ ദ്രവ്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെ? എള്ള് അല്പെടുക്കാൻ, അരി അല്പെടുക്കാൻ, പുഷ്പം, ചെറുളയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഇല്ലെങ്കിൽ തുളസി ആയാലും മതി, അല്ലെങ്കിൽ എന്ത് പൂണ്ടോ അത് അല്പെടുക്കാൻ, ചന്ദനം നേരത്തെ ചാലിച്ച് വെക്കണമെന്നല്ലേ അതെടുക്കുക, കറുകി ഉണ്ടല്ലോ ഉണ്ടെങ്കിൽ, ഇനി ഇല്ലയെന്ന് വെച്ചിട്ട് വിഷമമില്ല കേട്ടോ, ഇല്ലെങ്കിൽ സാരില്ല. അപ്പോൾ അതൊക്കെ എടുത്ത് ഈ പാത്രത്തിലുള്ള വെള്ളത്തിലേക്ക് അതങ്ങോട്ട് ഇടുക. എന്നിട്ടോ അതിങ്ങനെ അടച്ചു പിടിക്കുക, പാത്രത്തിൻ്റെ മുകളിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ അടച്ചു പിടിക്കുക. എന്നതിന് ശേഷം ഇതിനെ സപ്തനദികളെ ആവാഹിക്കുക. സപ്തനദികളുടെ പുണ്യം അല്ലെങ്കിൽ സപ്തനദികളാണ് ഇതെന്ന ഭാവത്തിൽ അതിനെ സപ്തനദികളാക്കി മാറ്റുക. അതെന്ത് ചെയ്യണം? യഥാർത്ഥത്തിൽ ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലസ്മിൻ സന്നിധിം കുരു. ഇതാണ് ചൊല്ലേണ്ടത്. ഇതെല്ലാം ചൊല്ലണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ ചെല്ലണ്ട. നിങ്ങൾ എന്ത് വേണം? സപ്തനദികളായിട്ട് ഗംഗയും യമുനയും സരസ്വതിയൊക്കെ ഉണ്ടല്ലോ, ആ നദികളെല്ലാം ഇതിലേക്ക് വന്ന് ചേരുന്നതായിട്ടൊന്ന് മനസ്സിലങ്ങ് സങ്കല്പിക്കാം. അത് ബുദ്ധിമുട്ടില്ലല്ലോ. അങ്ങനെ അത് സങ്കല്പിച്ചതിന് ശേഷം എന്ത് വേണം? ആ കിണ്ടിയാണെങ്കിൽ കിണ്ടിയുടെ വാലിലൂടെ അല്പം വെള്ളം നമ്മളിങ്ങനെ എടുത്ത് അതിനുള്ളിലേക്ക് തന്നെ ഒഴിക്കുക, വീണ്ടും എടുത്ത് അതിനുള്ളിലേക്ക് ഒഴിക്കുക, വീണ്ടും എടുക്കുക, അതിലൊഴിക്കുക, 3 തവണ അങ്ങനെ ചെയ്യുക. ഇപ്പോഴെന്തായി? അത് തീർത്ഥമായി എന്നാണ് സങ്കല്പം. ഇനി എന്ത് വേണം? അവിടെ കുറേ നിവേദ്യ വസ്തുക്കളൊക്കെ വെച്ചിട്ടില്ലേ, അതൊക്കെ ഒന്ന് ശുദ്ധിയാക്കണം. എന്നിട്ട് അല്പം നമ്മൾ വെള്ളം എടുത്ത്, തുളസിക്കതിൽ എന്തെങ്കിലും എടുക്കുക, വെള്ളം എടുത്തിട്ട് അത് ഇലയുടെ മുകളിലൊന്ന് തളിക്കുക. പിന്നെ അവിടെ പൂജാ സാധനങ്ങളായിട്ട് മറ്റു വല്ലതും ഉണ്ടല്ലോ,
പുഷ്പവും കാര്യങ്ങളും അത് ഇതും ഒക്കെ ഉണ്ടല്ലോ, എല്ലാത്തിനും മുകളിലൊന്ന് തളിക്കുക, കവ്യത്തിൻ്റെ മുകളിലും തളിക്കുക, എല്ലാം തളിച്ച്. പിന്നെ നമ്മുടെ ദേഹത്തൊന്ന് തളിക്കണം, ചുറ്റുമുള്ള എല്ലാത്തിലും ഒന്ന് തളിക്കുക. ഓക്കെ. പ്രത്യേകിച്ച് ആദ്യം വെച്ചൊരു പ്ലേറ്റ് അല്ലെങ്കിൽ ഇല അല്ലെങ്കിൽ ദർഭ്യമില്ല, അവിടെയൊക്കെ തളിക്കാൻ മറന്നു പോരുത്. അതെല്ലാം തളിച്ചു. അപ്പോൾ എന്തായി? ഇതിനെല്ലാം തന്നെ ശുദ്ധമാക്കി നടത്താം. ഇനി നമ്മൾ വേണ്ടത് ദർഭ നമ്മൾ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഈ ദർഭയെ നമ്മൾ മോതിരമാക്കി മാറ്റും. മോതിരമാക്കുമ്പോൾ നമുക്ക് ആ തിരിച്ചിട്ടൊരു മോതിരം പോലെ ആക്കിയിട്ട് നമ്മൾക്ക് തന്നെ അത് നമ്മുടെ മോതിര വിരലിലിടണം. മോതിര വിരൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വലത് കൈ ഉണ്ടല്ലോ, ഇവിടെ ഇതാണ് മോതിര വിരൽ. അതുപോലെ ഇടത് കൈയുടെ മോതിര വിരൽ ഇതാണ്. അപ്പോൾ ഇത് മോതിര വിരലിലാണ് നമ്മൾ ഇടേണ്ടത്. മോതിര വിരലിൽ ഇട്ടതിന് ശേഷം നമ്മളെന്ത് വേണം? അവിടെ നേരത്തെ പറഞ്ഞ വസ്തുക്കളുണ്ട്, എള്ള് ഉണ്ടല്ലോ, പിന്നെ അതുപോലെ തന്നെ പുഷ്പം, അരി, ചന്ദനം ചാലിച്ച് വെച്ച അത്, ഈ പറയുന്ന കറുക, ഇതൊക്കെ എടുക്കുക. ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ കൈകൾ ഇങ്ങനെ മൊത്തമായിട്ട് എടുത്തിട്ട് കൈകൾ എടുത്തിട്ട് ഈ അല്പം കിണ്ടിയിൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് അത് നേരെ നമ്മൾ നേരെ ശിരസിൻ്റെ മുകളിൽ ഇത് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് നമ്മൾ പിതൃക്കളെ ആവാഹിക്കാം. ഏതിലൊക്കെ ആവാഹിക്കുന്നത്? ഈ ഉള്ളം കയ്യിൽ നമ്മൾ പിടിച്ച സാധനമില്ലേ, അതിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് അതിലേക്കാണ് നമ്മൾ പിതൃക്കളെ ആവാഹിക്കുന്നത്. അപ്പോൾ പിതൃക്കളോട് നമ്മൾ പറയുകയാണ്, അവരെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. കാരണം ഞാൻ അവിടത്തേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കർമ്മം ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ശ്രാദ്ധം കൂട്ടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പരിവാരങ്ങളെല്ലാവരും വന്നിട്ട് എൻ്റെ ഈ ബലികർമ്മം സ്വീകരിച്ചാലും, അതിനുവേണ്ടി നിങ്ങൾ ഇതിലേക്ക് വന്നാലും, ഈ ഉള്ളം കൈയിലേക്ക് വന്നാലും എന്ന് പറഞ്ഞ് അവരെ മുഴുവൻ തന്നെ ആവാഹിച്ച് നേരെ ആ മുന്നിൽ വെച്ചിട്ടുള്ള ഒരു ഇല വെച്ചിട്ടില്ലേ അവിടെ, ആ ഇല ആണ് ഞാൻ വെക്കാൻ പറഞ്ഞത്. ഇല ഇല്ലാത്ത ആൾക്കാർ ദർഭ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കണം എന്ന് പറഞ്ഞു. അതും ഇല്ലാത്ത ആൾക്കാർ പ്ലേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ പ്ലേറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഇലയിലേക്ക് അല്ലെങ്കിൽ ആ ദർഭയുടെ മുകളിലേക്ക് ഒരു ഭാഗത്ത്, ആ മുകൾ ഭാഗത്തായിട്ട് അവിടെ വെക്കുക. ഇതാണ് നമ്മുടെ ആത്മ. ഇതാണ് പിതൃവിനെ ആവാഹിച്ച് അവിടെ ഇരുത്തി. നമ്മൾ ക്ഷേത്രത്തിലെല്ലാം ബിംബത്തിൽ ആവാഹിച്ചിട്ട് ദേവനെ ഇരുത്തുന്നില്ലേ, അല്ലെങ്കിൽ വെള്ളിപ്രതിമയിലും ഒക്കെ നമ്മൾ ചെയ്യുന്നില്ലേ. ഇതിന് പകരം ഇതിലേക്കാണ് നമ്മൾ അവരെ ആവാഹിച്ചിട്ടുള്ളത്. അതവിടെ വെച്ചു. ഇനി ഇവർക്ക് ആവാഹിച്ച് കഴിഞ്ഞാൽ അവർക്ക് തൃപ്തിപ്പെടുത്തണ്ടേ. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എന്താ ചെയ്യുക? അവിടെ ഇരുന്നിടത്തുനിന്ന് ഇരു പിതൃക്കളെ നല്ലതുപോലെ തൊഴുക. ഈ തൊഴുന്ന സമയത്ത് നമ്മൾ ദേവന്മാരെ തൊഴുമ്പോൾ ഇങ്ങനെയല്ല കൈ പിടിക്കുക, എന്നാൽ പിതൃക്കൾ തൊഴുമ്പോൾ ഇങ്ങനെ പിടിക്കരുത്. ഇങ്ങനെ ചെരിച്ച് പിടിക്കണം താഴോട്ടേക്ക്. ഈ കൈ താഴോട്ടൊക്കെയായിട്ട് ഇങ്ങനെ പിടിക്കണം എന്നർത്ഥം. ഇങ്ങനെയാണ് നമ്മൾ തൊഴുക. കാരണം എന്താ? അത് താഴെയുള്ളത് നമ്മൾ താഴേക്കല്ല ഇതുകൊണ്ട്. നമ്മൾ ദേവനെ തൊഴുമ്പോൾ നേരെയല്ല ഉള്ളത്, ആകാശത്തിലുള്ളത് നമ്മൾ ഇങ്ങനെയല്ലേ നമ്മൾ തൊഴുക. അപ്പോൾ അതുപോലെ ഈ താഴെയുള്ളത് നമ്മൾ ഉള്ളത് കൊണ്ട് അവിടെ ആണ് പിതൃവായിട്ട് സങ്കല്പിച്ച് ആവാഹിച്ചിരുന്നത്. ആ പിതൃവിനെ നമ്മളിങ്ങനെ താഴേക്ക് തൊഴും. അങ്ങനെ തൊഴുതതിന് ശേഷം എന്ത് വേണം? 3 തവണ ഈ പിണ്ടം, അല്ലെങ്കിൽ പിണ്ടം എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ശരിക്കും പറഞ്ഞാൽ പിണ്ട ശരീരമാണ്. ആ പിണ്ട ശരീരത്തിലേക്ക് ഈ പൂക്കൾ ഇതൊക്കെ നമ്മൾ വെച്ചില്ല, എല്ലാം കൂടെ അതിലേക്ക് 3 തവണ നീരൊഴുക്കുക. എന്നുവെച്ചിട്ട് വെള്ളം കൊടുക്കുക എന്നർത്ഥം. എങ്ങനെ വെള്ളം കൊടുക്കണം? വെള്ളം കൊടുക്കുക വെച്ചാൽ നമ്മൾ സ്വതവേ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ഒഴിച്ചാലും പ്രശ്നമില്ല. പക്ഷേ അതിൻ്റെ വിധി എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ഉള്ളം കൈയില്ലേ, ഈ ചുണ്ടൻ വിരലിൻ്റെയും ഈ ചൂണ്ട് വിരലിൻ്റെയും ഇടയിലുള്ള ഈ ഭാഗമാണ് എന്തെന്ന് പിതൃതീർത്ഥം ഒഴുക്കേണ്ട സ്ഥലം. അപ്പോൾ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ പിതൃക്കൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചരിച്ച് കൊടുക്കണം. ഇങ്ങനെ ചരിച്ചിട്ട്, അപ്പോൾ ഈ 2 കൈൻ്റെ ഇടയിലേക്ക് കൂടി വേണം കൊടുക്കാനെന്നർത്ഥം. ഇനി ഇങ്ങനെ കൊടുത്തില്ല എന്ന് വെച്ചാൽ സ്വീകരിക്കാനൊന്നും നിൽക്കില്ല. നിങ്ങൾക്ക് ആവുന്നില്ല, മറന്നുപോയി, അതൊന്നും വിഷയമില്ല. നിങ്ങൾക്ക് ഇങ്ങനെയാണ് കൊടുക്കുന്നത്, ഇങ്ങനെ കൊടുത്തോളൂ, ഇങ്ങനെയാണ് കൊടുക്കുന്നത്, ഇങ്ങനെ കൊടുത്തോളൂ, അത് വിഷയമൊന്നുമില്ല. എങ്ങനെ സൗകര്യം പോലെ നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുത്താൽ നന്നായിരിക്കും. അതുപോലെ എന്ത് കർമ്മം ചെയ്യുമ്പോൾ പിതൃവിന് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഈ പിതൃ ഭാഗത്ത് കൂടി കൊടുക്കുന്നതായിരിക്കും ഉചിതം. അങ്ങനെ 3 തവണ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നീരൊഴുക്കുക. എന്നിട്ടോ പിന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ചന്ദനവെള്ളം, ഞാൻ പറഞ്ഞ ചന്ദനവെള്ളം എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചന്ദനവെള്ളവും എന്ത് വേണം? 3 തവണ ഇതേപോലെ കയ്യിലെടുത്തിട്ട് എന്ത് വേണം? താഴേക്ക് ഇതേപോലെ ഇങ്ങനെ ഒഴിക്കുക. ഇത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണമെന്നറിയോ? 3 തവണ പുഷ്പമെടുത്തിട്ട് അർച്ചന ചെയ്യുക. അതിൻ്റെ മുകളിലേക്ക് ഈ 3 തവണ ഈ പിതൃക്കളെ സ്വീകരിക്കണം. നമ്മുടെ വീട്ടിലൊരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്തുകൊണ്ട് അവരുടെ കാല് കഴിയിച്ച്, നമ്മൾ പിതൃക്കൾ ഗുരുക്കന്മാർ കാരണവന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങൾ അങ്ങനെ ചെയ്യുക. കാല് കഴിയിച്ച് അവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം കൊടുത്ത് അവർക്ക് അതിൻ്റെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണല്ലോ നമ്മൾ ചെയ്യുക. അവർ വേണ്ടുന്ന കാര്യങ്ങൾ പറയില്ല. അവർ ഒന്നിൽ ചില ആൾക്കാരാണെങ്കിൽ ആരാധിക്കുന്ന അവരുടെ കാല് തൊട്ട് നമ്മൾ നമസ്കരിക്കുകയൊക്കെ ചെയ്യും. അതാണ് വേണ്ടത്. അപ്പോൾ അത്തരത്തിൽ ഈ വന്ന
ഈ ആത്മാവിനെ അല്ലെ പിതൃലോകത്ത് വന്ന പിതൃവിനെ നമ്മൾ പുഷ്പാർച്ചന ചെയ്യും. 3 തവണ പുഷ്പം എടുത്തിട്ട് അതിൻ്റെ ആ ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ അർച്ചന ചെയ്യും 3 തവണ. എന്നിട്ടോ അതിനുശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കിച്ച ഉരുളിയില്ലേ, ചോറുരുള, ചോറുരുള തയ്യാറാക്കിയിട്ടെങ്കിൽ അല്പം പച്ചരി ആയാലും മതി. അതെടുത്തിട്ട് ഈ ദർഭ വെച്ചിട്ടില്ലേ, ദർഭയോ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഇല, വാഴ ഇലയോ അല്ലെങ്കിൽ പ്ലേറ്റോ വെച്ചിട്ടില്ലേ, അതിലേക്ക് ഭക്ഷണം എന്ന വിധത്തിൽ ഇതങ്ങോട്ട് വെക്കണം. എങ്ങനെ വെക്കണം? ഈ ഉരുളയെടുത്ത് ആ എള്ളിലൊന്ന് പുരട്ടണം. എള്ള് അവിടെ ഉണ്ട്, ആ എള്ളിലൂടെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. എടുക്കുക. അരിയാണെങ്കിൽ രണ്ടും കൂടി ചേർത്തിട്ട്, അരിയും എള്ളും കൂടി ചേർത്തിട്ട് ഇതിന് മുന്നിൽ അങ്ങോട്ട് വെക്കുക. പറയാൻ മനസ്സിലായില്ല? വളരെ ലളിതമായ ചടങ്ങാണ് ഇത്, ഏതൊരാൾക്കും ചെയ്യാൻ പറ്റും. അങ്ങനെ വെച്ചതിന് ശേഷം എന്ത് വേണം? നമ്മൾ ഈ പിണ്ടം അവിടെ വെച്ചു, ആ പിണ്ടത്തിന് നമ്മളൊന്ന് തൊഴും. കാരണം ഇനി ഇത് ആർക്കുള്ളതാ? അത് ആ പിതൃവിന് വേണ്ടിയിട്ട് സമർപ്പിച്ചതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പിതൃക്കളെ നല്ലപോലെ മനസ്സിൽ ധ്യാനിച്ചും കൊണ്ട് ഇത് നമ്മൾ അവിടെ സമർപ്പിച്ചു. എന്നിട്ടോ ഈ പിണ്ടത്തിൻ്റെ മുകളിലും നമ്മൾ ആദ്യം ചെയ്തില്ലേ, ആ പിതൃക്കളെ സങ്കല്പിച്ച് ആവാഹിച്ച പുഷ്പത്തിൻ്റെ മുകളിൽ നമ്മൾ 3 തവണ വെള്ളമൊഴിച്ചില്ലേ, അതേപോലെ 3 തവണ ഈ പിണ്ടത്തിന്, ഈ ഉരുള ആക്കിയിട്ടില്ലേ, ആ ഉരുളയുടെ മുകളിൽ ചോറിൻ്റെ ഉരുള, കവ്യം എന്ന് പറയും, അതിൻ്റെ മുകളിലേക്ക് 3 തവണ ഇതേപോലെ വെള്ളം ഒഴിക്കും. അതുപോലെ 3 തവണ ചന്ദനത്തിൻ്റെ വെള്ളവും ഒഴിക്കും. അതുപോലെ 3 തവണ എന്ത് ചെയ്യും? പുഷ്പം എടുത്തിട്ട് അർച്ചനയും ചെയ്യും അതിൽ എന്നർത്ഥം. ഇത് കഴിഞ്ഞ് ഇനി ചെയ്യേണ്ടത് വെച്ചാൽ അല്പം എള്ളെടുക്കുക. ഈ എള്ളെടുത്ത്, ആ എള്ള് നമ്മുടെ വലത് കയ്യിലാണെങ്കിൽ എടുത്തിട്ട് അല്പം വെള്ളം ഒഴിച്ച് ആ എള്ളും വെള്ളവും ചേർത്തിട്ട് അത് വീണ്ടും ഈ ഉരുളയുടെ മുകളിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്കിതിനെ പറ്റിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ 1 തവണ അല്ല 3 തവണ ആക്കിയിട്ട് അങ്ങനെ 3 തവണയായിട്ട് ചെയ്യുക, അതിലൊന്നും തെറ്റില്ല എന്നർത്ഥം. നമ്മുടെ കർമ്മം ഏകദേശം പൂർത്തിയായി. ഇനി എന്താണ്? ഈ പിതൃക്കളെ നമ്മൾ നമസ്കരിക്കണം. എല്ലാം അവസാനം അത് എല്ലാം തൃപ്തിപ്പെട്ട് അവരെ യാത്രയാക്കണ്ടേ. അപ്പോൾ ആ യാത്രയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പിതൃക്കളുടെ ലോകേത തെക്കാണ് ഇദ്ദേഹത്തിന് ഇരുത്തില്ല. അപ്പോൾ നമ്മൾ തെക്കോട്ടേക്ക് ദണ്ഡ നമസ്കാരം ചെയ്യുക പുരുഷന്മാർ. സ്ത്രീകളാണെങ്കിൽ പഞ്ചാംഗ നമസ്കാരം ചെയ്യുക. പഞ്ചാംഗ നമസ്കാരം നമ്മൾ ചില ആൾക്കാർ ഒരിക്കലും എന്താണെന്ന് അറിയില്ലെങ്കിൽ മാതൃഭൂമിയുടെയോ മനോരമയുടെ ഒരു പഞ്ചാംഗം മേടിച്ചിട്ട് അടുത്ത് വെച്ചിട്ട് നമസ്കരിക്കുന്നതിനല്ല പഞ്ചാംഗ നമസ്കാരം എന്ന് പറയുക. 5 അംഗങ്ങൾ നിലത്ത് പതിക്കുന്ന വിധത്തിൽ മുട്ടുകുത്തി കാലിൻ്റെ പാദങ്ങൾ, ഇരുമുട്ടുകൾ, കൈകൾ, ഈ നെറ്റിത്തടം, ഈ 4 അവയവങ്ങളും നമ്മുടെ മനസ്സാകുന്നതുമായിട്ടുള്ള 5ാമത്തെ അവയവം, മനസ്സുകൊണ്ട് ആകുന്ന 5ാമത്തെ അവയവം, ഇത് 5 അവയവങ്ങളും ചേർത്തിട്ട് ആ സ്ത്രീകൾക്ക് നമസ്കരിക്കുക. ആരെയാണ് നമസ്കരിക്കുന്നത്? പിതൃക്കളെ. അതുപോലെ തന്നെ പുരുഷന്മാരാണെങ്കിൽ ദണ്ഡ നമസ്കാരമാണ്. നീണ്ടു നിവർന്ന്, ഒരു വടി ഇട്ടതുപോലെ നീണ്ടു നിവർന്ന് തെക്കോട്ടേക്ക് നീണ്ടു നിവർന്ന് വേണം നമസ്കരിക്കാൻ എന്നർത്ഥം. എന്നാൽ മുട്ടുവേദനയാണ്, നടുവേദനയാണ്, തീരെ വയ്യാത്തവരാണ്, അവരെന്ത് ചെയ്യും? അവർ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഭൂമി തൊട്ട് നെറുകയിൽ വെച്ചാൽ മതി, തീർന്നു. ഇനി പിതൃക്കളെ തിരിച്ചയക്കണം. പിതൃക്കളെ തിരിച്ചയക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെന്ത് വേണം? പിന്നെ ഇതിന് നമ്മളൊന്ന് പ്രദക്ഷിണം വെക്കണം. ഇത് ഈ കർമ്മം കഴിഞ്ഞ് ഉടനെ പ്രദക്ഷിണം വെക്കുന്നതാണ് കുറേ കൂടി നല്ലത്. കർമ്മം കഴിഞ്ഞാൽ നിലവിളക്ക് ഉണ്ടാവും, മറ്റേ ഈ ഇതെല്ലാം വെച്ചിട്ട് അതിനൊന്ന് പ്രദക്ഷിണം വെക്കുന്നതായിരിക്കും നല്ലത്. അതല്ല എങ്കിൽ നമസ്കരിച്ചിട്ട് പ്രദക്ഷിണം വെച്ചാലും മതി. പക്ഷേ ഉത്തമം ഈ പ്രദക്ഷിണം വെച്ചതിന് ശേഷം നമസ്കരിക്കുന്നതാണ്. അതിനുശേഷം ഈ നമസ്കാരവും കഴിഞ്ഞ് എല്ലാം സ്വീകരിച്ച് തൃപ്തരായ പിതൃക്കളെ നമ്മളെ അനുഗ്രഹിക്കണം. നിങ്ങളുടെ അന്നത്തെ കഷ്ടപ്പാടിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് ഞങ്ങളൊക്കെ. നിങ്ങൾ കാട്ടിത്തന്ന വഴികളാണ് നമ്മളെ ഇന്ന് മുന്നോട്ടേക്ക് പോകുന്നത്. നിങ്ങൾ ചെയ്ത ഓരോ സേവനങ്ങളും നമ്മുടെ ജീവിതത്തെ ധന്യമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ അങ്ങയെ ക്ഷണിച്ച് ഈ കർമ്മം ചെയ്യാം എന്നുള്ള പ്രാർത്ഥനയോടെ അവരെ സന്തോഷത്തോടുകൂടി തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് അവരെ പിതൃലോകത്തേക്ക് അവരോട് പറയുകയാണ്, ഈ സന്തോഷത്തോടുകൂടി ഞങ്ങൾ തന്ന എല്ലാം സ്വീകരിച്ച് നിങ്ങൾ സന്തോഷത്തോടെ തിരിച്ച് പിതൃലോകത്തേക്ക് പോയാലും എന്ന് നമ്മൾ മനസ്സുകൊണ്ടൊന്ന് പറയുക. എന്നിട്ട് ഈ പുഷ്പവും ചന്ദനവും അരിയും എള്ളും ഇതെല്ലാം എടുത്ത് കിണ്ടിയിലെ വെള്ളവും ചേർത്തിട്ട് വീണ്ടും ഇലയിലേക്ക് നമ്മളൊന്ന് ഒഴിക്കാം. ഈ സാധനം എടുത്തിട്ട് അവിടെ ബാക്കി എത്ര പുഷ്പങ്ങളുണ്ടോ, ബാക്കി എത്ര ചന്ദനമുണ്ടോ, ബാക്കി എത്ര ഉണ്ടോ, അതൊരു 3 തവണയായിട്ടായാലും മതി. വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. തീർന്നു. നമ്മുടെ ചടങ്ങൊക്കെ കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? ഈ പിതൃക്കളുടെ ഇത് സ്ഥലത്തേക്ക് പോയി. ഇനി ഈ സാധനം അങ്ങനെ അലസമായിട്ട് ഇടാൻ പറ്റുമോ? പറ്റില്ല. എന്ത് വേണം?
ഈ സാധനം കാക്കയോ മത്സ്യങ്ങളോ മറ്റേതെങ്കിലും ജീവജാലങ്ങളുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ നിക്ഷേപിക്കാം. ചില ആൾക്കാർ കാക്കയാണെങ്കിൽ കാക്കയെ വിളിച്ച് കൊടുക്കുക. കാക്കയൊന്നും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ മത്സ്യങ്ങളുണ്ടെങ്കിൽ മത്സ്യത്തിന് കൊടുക്കാതെ ഭക്ഷണമായിട്ട് കൊടുക്കുക. ഇനി അല്ല മറ്റെന്തെങ്കിലും ജീവജാലങ്ങളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക. ഏത് ജീവി കഴിച്ചാലും ദോഷമൊന്നുമില്ല, കേട്ടില്ലേ? ഇനി കാക്കയുമില്ല, മത്സ്യവുമില്ല, ജീവജാലങ്ങളും ഒന്നുമില്ല. എന്ത് ചെയ്യുക? നിങ്ങൾക്കിത് അങ്ങ് വെള്ളത്തിലേക്ക് ഒഴുക്കിയിടാം. ഇനി വെള്ളമില്ലാത്ത സ്ഥലമാണെന്നിരിക്കട്ടെ, അപ്പോഴെന്ത് ചെയ്യും? അപ്പോഴങ്ങനെ ഒരു ഘട്ടം വരികയാണെങ്കിൽ ഈ പറയുന്ന സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ ഒന്ന് വെള്ളത്തിലാക്കിയിട്ട് തെങ്ങോ മറ്റെന്തെങ്കിലും ചെടി മരങ്ങളുണ്ടാവില്ല, ആ മരത്തിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുപോയി ഒഴിക്കുക. അശുദ്ധിയുള്ളിടത്ത് വയ്ക്കരുത്. മത്സ്യവും മറ്റതൊക്കെ മറിക്കുന്നിടത്ത് ആവരുത്, അങ്ങോട്ട് ഒഴിക്കുക. ഇനി ഇതൊന്നുമില്ല, ഫ്ലാറ്റ് പോലുള്ള സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്, തെങ്ങും വലിയ ഒന്നുമില്ല, എന്നാലും എന്തെങ്കിലും ചെടി ഉണ്ടാവില്ല, ചെടി ചട്ടിയെങ്കിലും ഉണ്ടാവുമല്ലോ, അതിലൊക്കെ ആയിട്ട് കുറേശ്ശായിട്ട് എല്ലാത്തിലും ഒഴിക്കുക. അതിലൂടെ വളമായി തീരട്ടെ എന്നർത്ഥം. ഈ ചടങ്ങുകൾ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടതാണല്ലോ, നമ്മൾ നേരത്തെ കവ്യം ആദ്യം നമ്മൾ തയ്യാറാക്കിയപ്പോൾ അതിൻ്റെ പകുതി ഭാഗമാണ് നമ്മളിവിടെ ഉരുട്ടാൻ വേണ്ടി എടുത്തിട്ടുള്ളത്, ശരിയല്ലേ? ബാക്കി പകുതി ഉണ്ടല്ലോ അവിടെ, ആ പകുതി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതെന്താണെന്ന് വെച്ചാൽ ആ പിതൃക്കളുടെ പ്രസാദം എന്ന വിധത്തിൽ നമ്മളെല്ലാവരും കഴിക്കാൻ, അത് കളയരുത്. അതാണ് നമ്മൾ ആദ്യം അങ്ങ് മാറ്റി വെച്ചത്. പിതൃവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ വലിയ പാത്രത്തിൽ സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ പകുതി പിതൃക്കൾക്ക് കൊടുത്തു, ബാക്കി പകുതി ആ പിതൃക്കളുടെ പരമ്പരയിൽപ്പെട്ട ആൾക്കാരെല്ലാവരും തന്നെ കഴിക്കുക എന്നർത്ഥം. അതോടുകൂടി ആ കവ്യം പൂർണ്ണമായിട്ടും തീർന്നല്ലോ. ഇനി എന്താണ് വേണ്ടത്? നമുക്ക് കുളിച്ച് ശുദ്ധിയാവുന്നതോടുകൂടി കർമ്മം പൂർത്തിയായി. ഇനി ഇവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഇപ്പം നമ്മൾക്ക് വീടിലും സ്ഥലപരിമിതി വളരെ കുറവാണെന്നിരിക്കട്ടെ, അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക? ഒരു ഇല വെച്ചിട്ട് തന്നെ ആ ഇലയിൽ തന്നെ ഒരു 3-4 ആൾക്കാർക്ക് വേണം ചെയ്യാം. ഒരാൾ ചെയ്തതിന് ശേഷം ഒരാൾ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾക്ക് ബലികർമ്മം ചെയ്യേണ്ടത്. ബലികർമ്മം ചെയ്ത് ഇതിനേക്കാളും ഗംഭീരമായിട്ട് ചെയ്യുക. കാരണം വെച്ചാൽ ചില ആചാര്യന്മാർ വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്തു തരും. പക്ഷെ നമ്മൾക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ പറ്റാത്ത ആൾക്കാർ, ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വെളിയിലേക്ക് എവിടെയും പോകാൻ പറ്റില്ലല്ലോ, അങ്ങനെയുള്ള ആൾക്കാർ, ദൂര സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്ത ആൾക്കാർ, ഇതിനായിട്ട് സമയം കണ്ടെത്താൻ പറ്റാത്ത ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് രാവിലെ തന്നെ എഴുന്നേറ്റ് ഈ കർമ്മം ചെയ്ത് ജോലിക്ക് പോകുന്നതിൽ തെറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ സ്വയം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്നൊരു ചടങ്ങാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ലളിതമാണ്. ഇതിൽ നിങ്ങൾക്ക് അറിയുന്ന മന്ത്രങ്ങൾ, ഇപ്പം വിഷ്ണുവിനെ ധ്യാനിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ധ്യാന മന്ത്രങ്ങളും കാര്യങ്ങളും ചൊല്ലാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിതൃബലി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നവരാണ്. നമുക്ക് നമ്മുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമാകുള്ളൂ. അപ്പം പിതൃബലി പോലുള്ള കർമ്മങ്ങൾ കൃത്യമായി ചെയ്താൽ നമുക്ക് തടസ്സങ്ങളില്ലാതെ, പിതൃശാപമില്ലാതെ നമുക്ക് ശ്രേഷ്ഠമായ തലത്തിലേക്ക് ഉയരാൻ പറ്റും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്ത് വേണം? ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതാ താഴെ നോക്കൂ, അവിടെ കമൻറ്റ് എന്ന് എഴുതിയിട്ടാണല്ലോ, ആ കമൻറ്റിലൊന്ന് തൊട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ എഴുതുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഇത്തരത്തിലുള്ള നിരവധി വീഡിയോകൾ ഇതിന് മുമ്പും ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനിയും നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അതൊക്കെ നമുക്ക് കിട്ടണ്ടേ? അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം? ഇതിന് തൊട്ട് താഴെ, ഞാൻ സംസാരിക്കുന്നതിന് തൊട്ട് താഴെയായിട്ട് അടക്കം സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട്, അവിടെ തൊട്ട് കൊടുക്കുക. അത് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു മണിയുടെ ചിത്രം വരും, അതും കൂടി തൊട്ട് കൊടുക്കുക, തീർന്നു. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് വരികയും ചെയ്യും. മാത്രവുമല്ല അതിൽ നിങ്ങൾക്കൊരു മെസ്സേജ് ഉണ്ടാവും. ഇതാ MG വിനോദിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാലും. എന്നാൽ സമയമില്ലെങ്കിൽ നിങ്ങൾ സമയമുള്ള സമയത്ത് കാണാനും പറ്റും, അത് അവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓർമ്മിപ്പിക്കും എന്നർത്ഥം. നിങ്ങൾക്ക് ആരും ഷെയർ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ മാത്രമല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ ഇതിൽ ബന്ധപ്പെടാം. എൻ്റെ ഫോൺ നമ്പർ, വാട്സപ്പ് നമ്പറുണ്ട്. വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് മാത്രം അയക്കുക. ചില ആൾക്കാർ ഫോൺ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 10-20 തവണ തുടർച്ചയായിട്ട് ഫോൺ അടിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചിലപ്പം ഭക്ഷണം കഴിക്കുന്നതായിരിക്കും, ചിലപ്പോൾ നമ്മൾ ധ്യാനിക്കുന്ന സമയമായിരിക്കും, ചിലപ്പം വാഹനം ഓടിക്കുന്ന സമയമായിരിക്കും, ചിലപ്പോൾ ഒരു പ്രഭാഷണത്തിനിടയിലായിരിക്കും. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാക്കും. ഒരു കോൾ അടിച്ചാൽ തന്നെ ഞാൻ അത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറ്റുമെങ്കിൽ ഞാൻ തിരിച്ച് വിളിക്കും.
അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറാണല്ലോ, നിങ്ങൾക്ക് ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ എന്താണോ സംശയം നിങ്ങൾക്ക് അവിടെ വോയിസ് ആയിട്ട് ഇട്ടാൽ മതിയാവും എന്നർത്ഥം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി ഞാൻ ഈ ഒരു ലഘു പ്രഭാഷണം ഇവിടെ നിർത്തുകയാണ്. അടുത്തൊരു വിഷയവുമായി നമുക്ക് അടുത്തൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.